Hello students, welcome to Eduport. മക്കളെ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ അത് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി നമ്മൾ എക്സാം ഹാളിലേക്ക് പോകുന്നതിന്റെ മുന്നേ 100% നമ്മൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. മക്കളെ, ഇത് നല്ല അടിപൊളിയായിട്ട് പഠിക്കണം കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ. ഏത് റിയാക്ഷൻ നമുക്ക് കിട്ടിയാലും, എന്താ ഞാൻ പറഞ്ഞേ, ഏത് റിയാക്ഷൻ നമുക്ക് കിട്ടിയാലും അതിന്റെ Kc എഴുതാൻ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. നോക്കാം, നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. എങ്ങനെയാടാ Kc എഴുതുക? പ്രോഡക്റ്റുകളുടെ മൊളാർ കോൺസെൻട്രേഷന്റെ പ്രോഡക്ട്സ് അല്ലെ, അവരുടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് പവർ ആയിട്ട് എഴുതണം. സോ Kc ഈസ് ഈക്വൽ ടു മൊളാർ കോൺസെൻട്രേഷൻ ഓഫ് H2, സോറി നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അമോണിയ അല്ലേ, molar concentration of NH3 raised to 2 divided by molar concentration of N2 raised to 1 into molar concentration of H2 raised to 3. ഇതങ്ങനെയാണ് Kc എഴുതുക. ഇനി രണ്ടാമത്തതിന്റെ Kc എങ്ങനെയാടാ എഴുതുക? Kc എഴുതുന്നത് molar concentration of Hi raised to 2 divided by molar concentration of H2 into molar concentration of I2. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ തന്നിരിക്കുന്ന രണ്ട് റിയാക്ഷനും ഗ്യാഷ്യസ് റിയാക്ഷൻ ആണ്. റിയാക്റ്റൻസും പ്രോഡക്റ്റും ഒക്കെ ഗ്യാസ് ആണ്. അങ്ങനെയാണെങ്കിൽ Kcക്ക് പകരം നമുക്ക് വേണമെങ്കിൽ Kpയും എഴുതാം. Kcക്ക് പകരം നമുക്ക് വേണമെങ്കിൽ Kpയും എഴുതാവുന്നതാണ്. പ്രശ്നമൊന്നുമില്ല അല്ലെ, Kcക്ക് പകരം Kpയും എഴുതാം. ഓക്കെ, പക്ഷെ ചോദിച്ചത് Kc ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. Kc Kp ആവുമ്പോ എന്താ സംഭവിക്കുക? മൊളാർ കോൺസെൻട്രേഷന്റെ സ്ക്വയർ ബ്രാക്കറ്റ് മാറ്റിയിട്ട് പാർഷ്യൽ പ്രഷർ ഇട്ട് കൊടുക്കണം, വേറെ വ്യത്യാസമൊന്നുമില്ല. അടുത്തത്, ഫോർ ഇക്വിലിബ്രിയം, ഒരു ഇക്വിലിബ്രിയം റിയാക്ഷൻ തന്നിട്ടുണ്ട്. ദ വാല്യൂ ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kp തന്നിട്ടുണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, കാൽക്കുലേറ്റ് Kc. ഓക്കെ, എന്താണ് Kc Kp തമ്മിലുള്ള റിലേഷൻ? നിങ്ങൾക്ക് അറിയാം, Kp is equal to Kc into RT raised to delta. ഇതാണ് ഇക്വേഷൻ. നമ്മളോട് ചോദിച്ചത് Kc ആണ്. എങ്ങനെയാണ് Kc കിട്ടുക? Kc is equal to Kp divided by RT raised to delta. ഇങ്ങനെയല്ലേ? Kpയുടെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നു 1.8 into 10 raised to -3. R 8.314 ആണ്. T 500 Kelvin ആണ്. ഡെൽറ്റയുടെ വാല്യൂ എന്താ? പ്രോഡക്റ്റിൽ എത്ര ഗ്യാഷ്യസ് മോളിക്യൂൾസ് ഉണ്ട് നോക്ക്. 2 + 1 that is equal to 3. മൂന്നാളുകൾ. റിയാക്റ്റന്റിൽ 2. സോ ഡെൽറ്റ N is equal to 3 minus 2 that is equal to 1. അപ്പൊ 1 ആയതുകൊണ്ട് അത് പവർ ആയിട്ട് എഴുതണം നിർബന്ധമില്ല. അപ്പൊ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ജസ്റ്റ് കാൽക്കുലേറ്റർ അടിച്ചാൽ ആൻസർ ആയി. അപ്പൊ നമ്മുടെ കയ്യിൽ വേണ്ട കാര്യം എന്താ? Kpയും Kcയും തമ്മിലുള്ള റിലേഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. Kpയും Kcയും തമ്മിലുള്ള റിലേഷൻ നമ്മൾ നല്ല അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. ഓക്കെ ആണല്ലോ? പിന്നെ നമ്മൾ ആറിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടില്ല, അത് 8.314 ആണെന്ന് അറിയണം. ഡെൽറ്റ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാനും നമ്മൾ പഠിച്ചിരിക്കണം. ഇത്രയേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്തത് എന്താണ്? അടുത്തത് എക്സാമിൻ ദ കെമിക്കൽ ഇക്വേഷൻ. ഒരു കെമിക്കൽ ഇക്വേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ശരി, റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kc. ഇതിന്റെ Kc എഴുതാനാണ് ചോദ്യം. സിമ്പിളാ. പ്രോഡക്റ്റ് ആരാടാ? പ്രോഡക്റ്റ് നൈട്രിക് ഓക്സൈഡ് റേസ് ടു 4. പിന്നെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H2O റേസ് ടു 6 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് NH3 റേസ് ടു 4 into molar concentration of O2 raised to 5. This is the equilibrium constant Kc. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. Kc ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ Kcക്ക് എന്താ സംഭവിക്കുക? നമ്മളൊരു ഇക്വേഷനിലുള്ള റിയാക്റ്റൻസിനെയും പ്രോഡക്ട്സിനെയും കോമൺ ആയിട്ട് ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് പവർ ആയിട്ട് മാറും. സോ നമുക്ക് Kc raised to 2 എന്ന് എഴുതാം. Kc raised to 2 എന്ന് എഴുതാം. സിമ്പിൾ. അടുത്തത്, predict the effect of change in pressure and temperature in the following reaction. നോക്കൂ,
ആദ്യം തന്നെ നമുക്ക് പ്രഷറിന്റെ കേസ് പറയാം. നിങ്ങൾക്കറിയാം പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ റിയാക്ഷൻ എങ്ങോട്ടാ ഷിഫ്റ്റ് ചെയ്യുക? പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കുറവുള്ള സൈഡിലേക്ക് റിയാക്ഷൻ ഷിഫ്റ്റ് ചെയ്യുക. നോക്ക്, ഹേബർ പ്രോസസ്സിൽ 1+3 4 മോള് റിയാക്റ്റന്റും 2 മോള് പ്രോഡക്റ്റും ആണുള്ളത്. സോ പ്രഷർ കൂട്ടുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറവ് പ്രൊഡക്റ്റിന്റെ സൈഡിലല്ലേ. അപ്പൊ അവിടെ ഫോർവേഡ് ഡയറക്ഷനിലാണ് റിയാക്ഷൻ നടക്കുക. ഇനി അപ്പോ പ്രഷർ കുറച്ചാലോ? നേരെ ഓപ്പോസിറ്റ്. ഇനി ടെമ്പറേച്ചറിന്റെ കേസ് എന്താ? ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ എന്താണ് സംഭവിക്കുക? ടെമ്പറേച്ചറിന്റെ കാര്യം എങ്ങനെയെന്ന് ചോദിച്ചാൽ എക്സോതെർമിക്കൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ബാക്ക്വേർഡ്, എൻഡോതെർമിക്കൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഫോർവേഡ്. ഇതാണ് ഐഡിയ. ഇവിടെ നോക്ക്, ഡെൽറ്റ എച്ച് നെഗറ്റീവ് അല്ലേ? ഡെൽറ്റ എച്ച് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? അത് എക്സോതെർമിക്കൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോ ഫോർവേഡ് ആണോ? സോറി, എക്സോതെർമിക്കൽ ടെമ്പറേച്ചർ കൂട്ടുമ്പോ ബാക്ക്വേർഡ്. ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോഴാണ് ഫോർവേഡ് പോവുക. സോ ഇതാണ് എഫക്ട് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇനി അടുത്തത്, predict the effect of change in pressure in the following equilibrium. നോക്ക് നിങ്ങൾ, H2 plus I2 എന്ന് പറഞ്ഞാൽ 1+1 2 മോള്, പ്രോഡക്റ്റിലും 2 മോള്. നോക്കൂ, റിയാക്റ്റൻസിന്റെയും പ്രോഡക്ട്സിന്റെയും നമ്പർ ഓഫ് മോൾസ് സെയിം ആണെങ്കിൽ അവിടെ പ്രഷറിന് നോ എഫക്റ്റ് ആണ്, ഒരു എഫക്റ്റും ഇല്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നെയിം ആൻഡ് സ്റ്റേറ്റ് ദ ലോ യൂസ്ഡ് ടു പ്രെഡിക്ട് ദ എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ പ്രഷർ ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിനെ പ്രഷർ എഫക്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ കോൺസെൻട്രേഷൻ ഇതിലൊക്കെ ചേഞ്ച് ഉണ്ടാവുമ്പോൾ അതെങ്ങനെയാണ് ഇക്വിലിബ്രിയത്തെ എഫക്ട് ചെയ്യുക എന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലേഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ വഴിയാണ്. whenever there is a change in temperature, pressure, concentration of a system at equilibrium, the system will try to readjust in such a way so as to cancel the effect of that change എന്നുള്ളതാണ്. ഇക്വിലിബ്രിയത്തിലുള്ള സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറോ പ്രഷറോ കോൺസെൻട്രേഷനോ നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചേഞ്ചിന്റെ എഫക്ട് ഇല്ലാതാക്കാൻ വേണ്ടി സിസ്റ്റം റീഅഡ്ജസ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ലെ പ്രിൻസിപ്പിൾ. എഴുതി പഠിക്കണം, അത് ചോദിക്കാറുണ്ട്. അടുത്തത്, റൈറ്റ് അറീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ഞാൻ പറയുന്നില്ല, അക്വസ് സൊല്യൂഷനിൽ H+ അല്ലെങ്കിൽ H3O+ തരുന്ന ആൾ ആസിഡ് ആണ്, അക്വസ് സൊല്യൂഷനിൽ OH- തരുന്ന ആൾ ബേസ് ആണ്. ദാറ്റ് ഈസ് അറീനിയസ് കോൺസെപ്റ്റ്. റൈറ്റ് ദ കോൺജുഗേറ്റഡ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റഡ് ബേസ്. കോൺജുഗേറ്റഡ് ആസിഡ് ആൻഡ് കോൺജുഗേറ്റഡ് ബേസ് ഓഫ് ദ ഫോളോയിങ്. സിമ്പിൾ ആണ്. H2O തന്നിട്ടുണ്ട്, NH3 തന്നിട്ടുണ്ട്. ഇവരുടെ എന്താ കാണേണ്ടത്? ഒന്ന് കോൺജുഗേറ്റഡ് ആസിഡ്, 2 കോൺജുഗേറ്റഡ് ബേസ്. ഒരു കോൺജുഗേറ്റഡ് ആസിഡ് എപ്പോഴാണ് ഉണ്ടാവുക? ഒരു ബേസ് H+ ആക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് കോൺജുഗേറ്റ് ബേസ് ഉണ്ടാവുക. അപ്പൊ H2O H+ ആക്സെപ്റ്റ് ചെയ്യണം, അപ്പൊ അത് H3O+ ആയി. എങ്ങനെയാ കോൺജുഗേറ്റ് ബേസ് ഉണ്ടാവുക? ഒരു ആസിഡ് H+ വിട്ടു കൊടുക്കുമ്പോൾ, അപ്പൊ H2O H+ വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ OH-. NH3ന്റെ കോൺജുഗേറ്റ് ആസിഡ് എന്താ? അത് ബേസ് ആയിട്ട് ആക്ട് ചെയ്യണം, H+ വാങ്ങണം, അപ്പൊ അത് NH4+. കോൺജുഗേറ്റഡ് ബേസ് കിട്ടണമെങ്കിൽ ഇയാൾ ആസിഡ് ആയിട്ട് ആക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ H+ വിട്ടുകൊടുക്കണം, അപ്പോൾ NH2-. ഇങ്ങനെയാ വരിക. ഗിവ് ലൂയിസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ് വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾ. എന്താണ് ലൂയിസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ? സിമ്പിളാ, ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റ് ചെയ്യുന്ന ആള്, ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ് ആസിഡ്. അതിന്റെ എക്സാമ്പിൾ എന്താ? എല്ലാ കാറ്റയോണും ലൂയിസ് ആസിഡാ. H+, Na+ പോലെയുള്ള എല്ലാ കാറ്റയോണുകളും ലൂയിസ് ആസിഡാ. എല്ലാ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ന്യൂട്രൽ ആറ്റങ്ങളും എന്താണ്? ലൂയിസ് ആസിഡ് ആണ്. എന്ന് പറഞ്ഞാൽ BF3, AlCl3, BeCl2 എക്സെട്ര. ഇതൊക്കെ എന്താണ്? ലൂയിസ് ആസിഡിന്റെ എക്സാമ്പിളുകളാണ്. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവാണ്. അടുത്തത് ശ്രദ്ധിക്ക്, ഇലക്ട്രോൺ പെയർ ഡോണർ. ഇലക്ട്രോൺ പെയർ കൊടുക്കുന്ന ആൾ ആരാടാ? കൊടുക്കുന്ന ആള് ബേസാ. ആർക്കാ ഇലക്ട്രോൺ പെയർ കൊടുക്കാൻ കഴിയുക? ലോൺ പെയർ ഉള്ള എല്ലാവർക്കും കഴിയും, ആനയോൺസിനും കഴിയും. OH-, Cl- പോലത്തെ ആനയോൺസ്. ഓക്കെ, അതേപോലെ തന്നെ ലോൺ പെയർ ഉള്ള ന്യൂട്രൽ ആറ്റം എന്ന് പറഞ്ഞാൽ NH3, H2O എക്സെട്ര. അപ്പൊ ആരാണ് ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞു?
ആരാണ് ലൂയിസ് ബേസ് എന്ന് പറഞ്ഞു, അതിന്റെ എക്സാമ്പിളും പറഞ്ഞു. ഇതൊക്കെ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ലൂയിസ് കോൺസെപ്റ്റ്, ബ്രോൺസൺ ലൗറി കോൺസെപ്റ്റ്, അറീനിയസ് കോൺസെപ്റ്റ് ഒക്കെ അറിയണം. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ഒക്കെ എഴുതാൻ അറിയണം. അടുത്തത് ഡിഫൈൻ പി എച്ച്. ഇറ്റ് ഈസ് ദ നെഗറ്റീവ് ലോഗരിതം. It is the negative logarithm of hydrogen ion concentration or hydronium ion concentration in mole per liter. That is what? pH. ഇനി the concentration of H plus ion of soft drink pH കാണാനാ പറഞ്ഞത്. അതായത് pH is equal to minus log H plus ion concentration അല്ലേ? മൈനസ് ലോഗ് അത് എച്ച് പ്ലസിന്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 3 × 10⁻⁻12. അത് കാൽക്കുലേറ്ററിൽ അടിക്കുക. അപ്പൊ നമുക്ക് പി എച്ച് കിട്ടും. ആ പി എച്ച് ലെസ് ദാൻ 7 ആണെങ്കിൽ അത് അസിഡിക് ആണ്, ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ ബേസിക് ആണ്, 7 ആണെങ്കിൽ ന്യൂട്രൽ ആണ്. അത്രയല്ലേ ഉള്ളൂ, സിമ്പിൾ ആണ്. അടുത്തത് an aqueous solution of NaCl is neutral, that of copper chloride is acidic. Why? That is a very simple question. അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതാം. നോക്കും എങ്ങനെയാ NaCl ഉണ്ടായത്. NaCl ഉണ്ടാവുന്നത് NaOH എന്ന് പറയുന്ന സ്ട്രോങ് ബേസും HCl എന്ന് പറയുന്ന സ്ട്രോങ് ആസിഡും കൂടി ചേരുമ്പോഴാണ് NaCl പ്ലസ് വാട്ടർ ഉണ്ടാവുക. സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കൂടി ചേരുമ്പോൾ ഉണ്ടാവുന്ന സാൾട്ട് എപ്പോഴും ന്യൂട്രൽ ആയിരിക്കും. അതുകൊണ്ട് NaCl ന്യൂട്രൽ. ഇനി കോപ്പർ ക്ലോറൈഡ് എന്തുകൊണ്ട് അസിഡിക് ആകുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? കോപ്പറിന്റെ ഹൈഡ്രോക്സൈഡ് അതൊരു വീക്ക് ബേസ് ആണ്. അതാരുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്? 2 HCl റിയാക്ട് ചെയ്യുന്നത്. അപ്പൊ ബേസ് വീക്ക് ആണ്, പക്ഷെ ആസിഡ് സ്ട്രോങ് ആണ്. അങ്ങനെയാണ് എന്തുണ്ടാകുന്നത്? CuCl2 പ്ലസ് 2H2 ഉണ്ടാകുന്നത്. അപ്പൊ കോപ്പറിന്റെ ക്ലോറൈഡ് എന്തുകൊണ്ട് അസിഡിക് ആയി എന്ന് ചോദിച്ചാൽ അത് സ്ട്രോങ് ആസിഡും വീക്ക് ബേസും കമ്പൈൻ ചെയ്തുണ്ടായ സാൾട്ട് ആയിട്ടാണ്. എന്തുകൊണ്ട് NaCl ന്യൂട്രൽ ആയി എന്ന് ചോദിച്ചാൽ അത് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും കമ്പൈൻ ചെയ്തുണ്ടായ സാൾട്ട് ആണ് എന്നുള്ളത് ഓർത്ത് വെക്കുക. വാട്ട് ഇസ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ? അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ Kw is equal to molar concentration of H plus into molar concentration of OH minus. H പ്ലസിന് പകരം H3O പ്ലസ് എഴുതാം. വാട്ടറിലുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോൾവെന്റിലുള്ള ഹൈഡ്രജൻ അയോണിന്റെയും ഹൈഡ്രോക്സിൽ അയോണിന്റെയും കോൺസെൻട്രേഷന്റെ മോളാർ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റിനെയാണ് Kw എന്ന് വിളിക്കുക. 1 മാർക്കിന്റെ ചോദ്യം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദ അസിഡിക് സ്ട്രെങ്ത്. നമുക്കറിയാം ഒരു ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ബോണ്ട് ലെങ്ത് കൂടും. ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ ബോണ്ട് ലെങ്ത് കുറയും. ബോണ്ട് ലെങ്ത് കൂടുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കുറയും. ബോണ്ട് സ്ട്രെങ്ത് കുറഞ്ഞാൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും കൂടുതൽ അസിഡിക് ആയിട്ടുള്ളത് ആരാ? ഏറ്റവും താഴെയുള്ള ആളാ. അപ്പോൾ HF ആണ് ഏറ്റവും കുറവ്. അതിനേക്കാൾ അസിഡിക് HCl ഉണ്ട്. അതിനേക്കാൾ അസിഡിക് ആണ് HBr. അതിനേക്കാൾ അസിഡിക് ആണ് HI. ഇത് ബോണ്ട് സ്ട്രെങ്ത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. താഴേക്ക് വരുമ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കുറയാ ചെയ്യുക. ദാറ്റ് ഇസ് വൈ. ഇനി വാട്ട് ഇസ് ബഫർ സൊല്യൂഷൻ? It is a solution which will resist change in pH when we add a small amount of water, acid or base എന്നുള്ളത്. അതായത് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡോ ബേസോ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ വാട്ടർ ആഡ് ചെയ്യുക. വാട്ടർ ആഡ് ചെയ്യുന്നതിന് ഡൈല്യൂഷൻ എന്നാ വിളിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ pHനെ റെസിസ്റ്റ് ചെയ്ത് നിർത്തുന്ന സൊല്യൂഷൻ ആണ് എന്ത്? ബഫർ സൊല്യൂഷൻ. അത് 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് അസിഡിക് ബഫർ ആണ്. അസിഡിക് ബഫറിന്റെ എക്സാമ്പിള് അസറ്റിക് ആസിഡ് CH3COOH പ്ലസ് സോഡിയം അസറ്റേറ്റ് CH3COONA. അടുത്ത ബഫർ ബേസിക് ബഫർ ആണ്. ബേസിക് ബഫറിന്റെ എക്സാമ്പിൾ അമോണിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് അമോണിയം ക്ലോറൈഡ് ആണ്. ഓർത്തിരിക്കുക. ഓക്കെ, 2 ടൈപ്പ് ബഫറുകൾ ഉണ്ട്. അടുത്തത് ദ ഡിസോസിയേഷൻ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഇസ് സപ്രസ്ഡ് ബൈ ദ അഡീഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. നെയിം ദ പ്രിൻസിപ്പിൾ. എടാ വളരെ സിമ്പിൾ അല്ലേ. അമോണിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ വീക്ക് ഇലക്ട്രോലൈറ്റാ. അത് ഡിസോസിയേറ്റ് ചെയ്താൽ NH4 പ്ലസ് പ്ലസ് OH മൈനസ് ഉണ്ടാവുക. അതിലേക്കൊരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ NH4 പ്ലസ് പ്ലസ് Cl മൈനസ് അല്ലേ ഉണ്ടാവുക. ദാറ്റ് മീൻസ് ഒരു കോമൺ അയോണുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് ആഡ് ചെയ്യുമ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിസോസിയേഷൻ കുറയും. ഈ ഫിനോമിനനെയാണ് നമ്മൾ കോമൺ അയോൺ എഫക്റ്റ് എന്ന് വിളിക്കുക. എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ അസിഡിക് ബഫറിന്റെയും ബേസിക് ബഫറിന്റെ എക്സാമ്പിൾ നമ്മൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് പഠിക്കേണ്ടതുണ്ട്. അടുത്തത് സോലുബിലിറ്റി ഓഫ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എത്രയാ? 1.5 × 10⁻⁴. കാൽക്കുലേറ്റ് സോലുബിലിറ്റി പ്രൊഡക്റ്റ്. നോക്കൂ നിങ്ങൾ, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Mg2 പ്ലസ്
പ്ലസ് 2OH മൈനസ് ആണ് ഉണ്ടാവുക. ഓക്കെ, എടാ ഇതിന്റെ KSP എന്താ, സോലുബിലിറ്റി പ്രൊഡക്റ്റ് എന്താ, ഇതിന്റെ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മോളാർ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അയോൺസിന്റെ മോളാർ കോൺസെൻട്രേഷന്റെ പ്രൊഡക്റ്റ് ആണ്. ദാറ്റ് മീൻസ് Mg2+ ഇൻറ്റു OH മൈനസ് സ്ക്വയർ. ഓക്കെ, കോയിഫിഷ്യന്റ് പവർ ആയിട്ട് എഴുതണം നമുക്കറിയാം. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ സാൾട്ടിന്റെ സോലുബിലിറ്റി എസ് ആണെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ അയോഡിന്റെയും സോലുബിലിറ്റി എസ് ആ. ഒരു Mg2+ ആയതുകൊണ്ട് ഒരു എസ്, 2OH മൈനസ് ആയതുകൊണ്ട് 2s. ഇനി എസ് എന്നുള്ളത് Mg2+ന്റെ കോൺസെൻട്രേഷന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 2s എന്നുള്ളത് OH മൈനസിന്റെ കോൺസെൻട്രേഷന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ s ഇൻറ്റു 2s സ്ക്വയർ എന്ന് വരും. അപ്പോൾ 2ന്റെ സ്ക്വയർ 4, എസിന്റെ സ്ക്വയർ എസ് സ്ക്വയർ, എസ് സ്ക്വയർ ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ എസ് ക്യൂബ്. അപ്പൊ KSP is equal to s ക്യൂബ് എന്ന് കിട്ടി. നമ്മോട് KSP കാണാനാ പറഞ്ഞത്, സോലുബിലിറ്റി പ്രൊഡക്റ്റ് കാണാനാ പറഞ്ഞത്. സോ 4 ഇൻറ്റു എസിന്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1.5 ഇൻറ്റു 10⁻⁻⁴. അതിന്റെ ക്യൂബ് എടുക്കുക. ദിസ് വിൽ ബി ദ ആൻസർ. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്താൽ ആൻസർ കിട്ടും. ഇങ്ങനെയാണ് ആൻസർ കാണുക. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ എല്ലാ ആസിഡ് ബേസ് കോൺസെപ്റ്റുകൾ അറിയണം, കോമൺ അയൺ എഫക്റ്റ് അറിയണം, സോലുബിലിറ്റി പ്രൊഡക്റ്റ് അറിയണം, ബഫർ സൊല്യൂഷൻ അറിയണം, pH അറിയണം, ആസിഡും ബേസും കൂടി ചേർന്നുണ്ടാവുന്ന സാൾട്ടിന്റെ നേച്ചർ എങ്ങനെയാ പറയാ എന്ന് അറിയണം, കോൺജുഗേറ്റഡ് ആസിഡ് ബേസ് പെയറുകൾ എഴുതാൻ അറിയണം, അതേപോലെ തന്നെ KCയും KPയും എഴുതാൻ അറിയണം, അത് തമ്മിലുള്ള റിലേഷൻ അറിയണം, ലെഷാർട്ട്ലെ പ്രിൻസിപ്പിൾ അറിയണം, അത് വെച്ച് എങ്ങനെയാണ് ഇക്വിലിബ്രിയത്തിന്റെ എഫക്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് അറിയണം, ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം അറിയണം. എന്താ, ഒരു ഇക്വിലിബ്രിയം റിയാക്ഷനിലുള്ള റിയാക്ടൻസും പ്രൊഡക്ട്സും ഒക്കെ ഒരേ ഫേസ് ആണെങ്കിൽ ഹോമോജീനിയസ് ഇക്വിലിബ്രിയം, സെയിം ഫേസ് അല്ലെങ്കിൽ ഹെട്രോജീനിയസ് ഇക്വിലിബ്രിയം. ഇതിങ്ങനെ പറയാൻ അറിയണം. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് മക്കളെ. അത് നല്ല അടിപൊളിയായി പഠിച്ചു എന്ന് ഉറപ്പാക്കുക. ഓക്കെ, പിന്നെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, അത് ലൈവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് നിങ്ങൾ 100% പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, ബൈ.